ഹായ് ഫ്രണ്ട്സ്, നിഷാദ് പടിഞ്ഞാറ്റുമുഴ. നമ്മളിന്നൊരു പുതിയ സംഭവം കാണാൻ പോട്ടെ. ദേശീയപാത 66 സംഭവം നമ്മൾ ഇത്രയും നാൾ കണ്ടിരിക്കുന്നത് മണ്ണെടുത്ത് താഴ്ത്ത പ്രദേശത്ത് സോയിൽ നെയിലിംഗ് അല്ലേ കണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഒരു വെറൈറ്റി സംഭവമാണ്. ഇത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോഴിക്കോട് ബൈപ്പാസിൽ മലാപ്പറമ്പ് ഭാഗത്താണ്. നിങ്ങൾക്കറിയാം മലാപ്പറമ്പ് ഓവർപാസിനോട് ചേർന്നുള്ള സർവീസ് റോഡിന് പണി നടക്കുക എന്നുള്ളത്. അപ്പോൾ അവിടെ മണ്ണ് താഴ്ത്തിയിട്ടുണ്ടായിരുന്നു സർവീസ് റോഡിന് വേണ്ടിയിട്ട്. അവിടെ ഹോളൊക്കെ ഇട്ടിട്ട് നെയിലൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ അതിന് ശേഷം ചെയ്യുന്ന പണീന് ഒരു വേറൊരു പേരുണ്ട്. അതാണ് ടൈ ബാക്ക് റീറ്റെയിനിങ് വാൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സോയിൽ നെയിലിംഗ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ രീതിയിൽ കാണുന്ന മെഷീൻ്റെ മുകളിൽ കോൺക്രീറ്റ് സ്പ്രേ ചെയ്യുക അല്ല, ഇവിടെ ഒരു വാൾ നിർമ്മിക്കട്ടെ. അതിൻ്റെ വർക്ക് ഇവിടെ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ലേറ്റസ്റ്റ് അപ്ഡേഷനാണ്, ആരും കാണാത്തൊരു സംഭവം കൂടിയാണിത്. അപ്പോൾ അതാണ് മലാപ്പറമ്പ് ഓവർപാസ് കേട്ടോ. അവിടുന്ന് തൃശ്ശൂർ ഭാഗത്തേക്ക് ഉള്ള സൈഡിലാണ് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇവിടെ റീറ്റെയിനിങ് വാൾ സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കാൻ സ്ഥലം നോക്കി നിങ്ങൾ. ഇത് നെയിൽ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിൽ ഓട്ടം ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ ഗ്രൗട്ട് അടിക്കും. പക്ഷേ അതിൻ്റെ മുകളിൽ നോക്കി നിങ്ങൾ, ഇതാണ് ജിയോ കോമ്പോസിറ്റ് ഷീറ്റ് കേട്ടോ. ഈ ജിയോ കോമ്പോസിറ്റ് ഷീറ്റിൻ്റെ മുകളിലാണ് പിന്നീട് കോൺക്രീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇവിടെയൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നെയിൽ ചെയ്തിട്ടുണ്ട്, ഗ്രൗട്ട് ഉള്ളിൽ അടിച്ചിട്ടുണ്ട്. ഇനി കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് എന്താണ് ഈ സംഭവം എന്നുള്ളത്. അതുപോലെ തന്നെ കോഴിക്കോട് ബൈപ്പാസ് 28 കിലോമീറ്റർ വരുന്നതാണ്, രാമനാട്ടുകര മുതൽ വെങ്ങളം വരെ. KMC ആണ് ഇതിൻ്റെ വർക്ക് എടുത്തിട്ടുണ്ട്. ആകെ ഒരു സ്ഥലത്ത് മാത്രമേ ഇവർ ഇതേമാതിരി സോയിൽ നെയിലിംഗ് ചെയ്തിട്ടുണ്ട്. അവിടെ നെയിൽ അടിക്കേറ്റിടയിലുള്ളിലേക്ക് നോക്കിക്കോ നിങ്ങൾ കേട്ടോ. നോക്കിയേ, സംഭവം നെയിൽ കയറ്റിയാണ്, ഹോളാണ്. ഹോളിനുള്ളിലേക്ക് നെയിൽ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ നമ്മൾ കണ്ടിരിക്കുന്നത് ഇതുപോലെ നെയിൽ കയറ്റിയിട്ട് അതിൻ്റെ മുകളിൽ മെഷ് ചെയ്തിട്ട് പിന്നെ ഷോർട്ട് ഗിറ്റ് ചെയ്യലാണ്. പക്ഷേ ഇവിടെ എങ്ങനെയല്ല, ഇവിടെ ഇപ്പോൾ ഗ്രൗട്ടൊക്കെ ഉള്ളിൽ കയറ്റിയിട്ടുണ്ട്. അവിടെയാണ് വർക്ക് കഴിഞ്ഞിരിക്കുന്ന സ്ഥലം. ഇവിടെ ഉണ്ടോ സോയിൽ നെയിലിങ്, അതിൻ്റെ മുകൾ ഭാഗത്ത് വലിയ കമ്പികളോണ്ടാണ് കെട്ടിയിരിക്കുന്നത്. മെഷല്ല, ചെറിയ മെഷല്ല. പിന്നെ പ്ലേറ്റ് ഒക്കെ ഉണ്ട് അവിടെ തന്നെ. അതിൻ്റെ മുകളിലാണ് കോൺക്രീറ്റിങ് ചെയ്യുന്നത് കേട്ടോ. ഈ കമ്പിയൊക്കെ കട്ട് ചെയ്ത് കളയും, പിന്നെ പ്ലെയിൻ ആയിരിക്കും കേട്ടോ. മുകളിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, ആളുകളൊക്കെ അവിടെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ നിങ്ങൾ. അപ്പോൾ ഇതാണ് ടൈ ബാക്ക് റീറ്റെയിനിങ് വാൾ എന്ന് പറഞ്ഞ സംവിധാനം. അവിടം വരെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ നെയിൽ അടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗത്ത് നമ്മൾ നേരത്തെ കണ്ട മാതിരിയുള്ള ആ വലിയ കമ്പി കൊണ്ട് കെട്ടും, പിന്നീട് കോൺക്രീറ്റ് കേട്ടോ. പിന്നെ സാധാരണ രീതിയിലുള്ള റീറ്റെയിനിങ് വാളാണ് നിങ്ങൾ അപ്പുറത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടത് നെയിൽ അതിനുള്ളിലേക്ക് വെച്ചുകൊണ്ട് കേട്ടോ. ഓക്കെ, നിങ്ങൾ നെയിൽ ഹോളിനുള്ളിൽ വെക്കുകയാണ്. ഇനി അതിനുള്ളിലൊക്കെ ഗ്രൗട്ട് അടിക്കുന്നതായിരിക്കും. ഇത് കണ്ടോ നിങ്ങൾ, സോയിൽ നെയിലിങ്ങിൽ നെയിൽ കയറ്റി കേട്ടോ. നെയിൽ കയറ്റി നോക്കി നിങ്ങൾ, അങ്ങനെ കയറ്റി കേട്ടോ. ഇവിടെ കയറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ ഹോൾ നോക്കി, നല്ല ഹോളാണ്. ഉള്ള ഗ്രൗട്ട് അടിച്ചാണ്. ഇനി അതിനുള്ള ഗ്രൗട്ട് അടിക്കാനുണ്ട്. അപ്പോൾ അവിടെ മാതിരി ഗ്രൗട്ട് അടിച്ച് കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. കണ്ട, അത് നെയിൽ ചെയ്തതിനുള്ളിലേക്ക് ഗ്രൗട്ട് കയറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ. അതിൻ്റെ ഹോളൊക്കെ നോക്കിയേ, ചെറിയ ഹോളല്ല, വലിയ ഹോളാണ്. നമ്മൾ സാധാരണ കണ്ടിരുന്നത് ചെറിയ ഹോളാണ്, വലിയ ഹോളുകളാണ്. അപ്പോൾ എങ്ങനെ കോഴിക്കോട് ബൈപ്പാസിൽ നടന്ന റീറ്റെയിനിങ് വാളിൻ്റെ വർക്കാണ് കേട്ടോ. അത് ലേറ്റസ്റ്റ് അപ്ഡേഷൻ. അതിന് മുമ്പ് ഇങ്ങനത്തെ വർക്ക് നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. നമ്മൾ സാധാരണ എല്ലാ സ്ഥലത്തും ഷോർട്ട് ഗിറ്റിൻ്റെ വർക്കാണ് കണ്ടിരിക്കുന്നത്. അപ്പോൾ വീഡിയോ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയ പുത്തൻ വ്യത്യസ്തമായ വീഡിയോയ്ക്ക് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും